ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു വഖഫ് ബോർഡ് പിരിച്ചുവിട്ടു എന്നൊരു വാർത്ത നാം എല്ലാവരും കേട്ടതാണ്. അദ്ദേഹത്തെ അതിന് BJP ഉൾപ്പെടെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇതിൻ്റെ വസ്തുത അന്വേഷിച്ചപ്പോഴാണ് ബോധ്യമാകുന്നത് അദ്ദേഹം വഖഫ് ബോർഡ് പിരിച്ചുവിടുകയല്ല ചെയ്തത്, വഖഫ് ബോർഡിനെ ഒന്ന് പുനഃക്രമീകരിക്കുക മാത്രമാണ് ചെയ്തത്. ഈ YSR കോൺഗ്രസിൻ്റെ നേതാവായ ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ രൂപീകരിച്ചതാണ് ആ വഖഫ് ബോർഡ്. അതിൽ സ്വാഭാവികമായിട്ടും ജഗൻമോഹൻ റെഡ്ഡിയോട് താല്പര്യമുള്ളവരായിരുന്നു ആ ബോർഡിലെ അംഗങ്ങൾ. അത് മാറ്റി തൻ്റെ വിധേയരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രമാണ് ചന്ദ്രബാബു നായിഡു ഈ ഒരു ഗിമ്മിക്ക് കളിച്ചത്. അപ്പോൾ വഖഫ് ബോർഡ് പിരിച്ചു വിട്ടു എന്ന് പറയുന്ന വലിയൊരു സാഹസം താൻ നിർവഹിച്ചു. ഇവിടുത്തെ ആ വഖഫ് ബോർഡിൻ്റെ നിയമ ഭേദഗതി മൂലമുണ്ടായിട്ടുള്ള ഹൈന്ദവ, ക്രൈസ്തവ, മറ്റ് മതസ്ഥരുടെ ആശങ്കകളെല്ലാം ഞാനിത് ദൂരീകരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നത്. പക്ഷേ ഇപ്പോഴതിൻ്റെ സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലായി. അത് വഖഫ് ബോർഡിനെ അബോളിഷ് ചെയ്യുകയല്ല, മറിച്ച് വീണ്ടും ശക്തമായ തരത്തിൽ അതിനെ രൂപവൽക്കരിക്കുക മാത്രമാണ് ചെയ്തത് എന്ന്. ഇത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ന്യൂനപക്ഷ മന്ത്രി അബ്ദുള്ള തന്നെ ഈ വസ്തുത തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്തിനാണ് ഈ ഗിമ്മിക്ക് കളിച്ചത് എന്ന് ചോദിച്ചാൽ, ആ ആന്ധ്രാപ്രദേശിൽ തനിക്കെതിരെ ഉണ്ടായ അമർഷവും വിദ്വേഷവും ഇല്ലാതാക്കുന്നതിന് വേണ്ടി കളിച്ചൊരു കളിയാണിത്. പക്ഷേ ഇത് പരാജയപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ പരാജയപ്പെട്ട രണ്ടാമത്തെ കളിയാണിത്. ആദ്യത്തെ കളി ഏതെന്ന് ചോദിച്ചാൽ, പാർലമെൻറ്റിൽ ഈ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിച്ചപ്പോൾ ചന്ദ്രബാബു നായിഡു അതിൽ നിന്ന് വിട്ടുനിന്നു. അതുകൊണ്ട് ആ ബില്ല് പാസ്സായില്ല. അദ്ദേഹത്തോടൊപ്പം നിതീഷ് കുമാറും വിട്ടുനിന്നു. ഈ രണ്ടുപേരാണ് ആ ബില്ല് പാസ്സാക്കുന്നതിന് തടസ്സം വന്നത്. അതുകൊണ്ട് ആ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു. ഇപ്പോൾ അതിൻ്റെ പരിഗണനയിലാണ്. അപ്പോൾ ഈ ബില്ല് പാസ്സാകാതെ പോയതുകൊണ്ട് ഇന്ന് ഇന്ത്യയിലാകമാനം ജനങ്ങൾ ആശങ്കയിലാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ 2013 ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നത്. പക്ഷേ BJP അധികാരത്തിൽ വന്നത് കാരണം ആ ബില്ലിൻ്റെ ആനുകൂല്യം കവർന്നെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത്, ഈ അടുത്ത കാലത്തെങ്ങും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന സ്ഥിതിവിശേഷം വരികയും ആ കോൺഗ്രസ് കൊണ്ടുവന്ന 2013 വഖഫ് ആക്ട് അമെൻമെൻറ്റിൽ വീണ്ടും അമെൻമെൻറ്റ് കൊണ്ടുവരാൻ കൂടി BJP ശ്രമിച്ചതോടുകൂടി ഈ വഖഫ് ആക്ടിൻ്റെ പ്രയോജനം തങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും എന്നുള്ള ഒരു ഭയാശങ്ക വന്നപ്പോഴാണ് അവർ എല്ലായിടത്തും തങ്ങളുടെ വസ്തുവാണെന്ന് പറഞ്ഞ് അവകാശവാദവുമായി മുന്നോട്ട് വന്നത്. മുനമ്പത്തറിയാം, കേരളത്തിൽ പല സ്ഥലത്തും, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ സകല സ്ഥലങ്ങളിലും വഖഫിൻ്റെ ഭൂമിയാണെന്ന ക്ലെയിമുമായി മുസ്ലിം സംഘടനകൾ, വഖഫ് ബോർഡ് രംഗത്ത് വന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഈ അമെൻമെൻറ്റ് ബില്ലിനെ അനുകൂലിക്കാതിരുന്നത് മൂലം, അത് പാസ്സാകാതിരിക്കുകയും അതുമൂലം ആന്ധ്രാപ്രദേശിലെ ഹിന്ദുക്കളുടെ മനസ്സിൽ പ്രത്യേകിച്ചും ഈ ചന്ദ്രബാബു നായിഡുവിനോട് വെറുപ്പും വിദ്വേഷവും വരികയും ഉണ്ടായി. അതിനെ മറികടക്കാൻ അദ്ദേഹം ആദ്യം ഒരു ഗിമ്മിക്ക് പ്രയോഗിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തേത് രണ്ടാമത്തതാണ് എന്ന്. അത് അദ്ദേഹം ഒരു ദിവസം പത്രക്കാരെ എല്ലാം കൂടെ വിളിച്ചുകൂട്ടി അങ്ങ് പറഞ്ഞു, തിരുപ്പതി ഭഗവാന് നിവേദിക്കുന്ന ലഡ്ഡു മൃഗക്കൊഴുപ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്ന്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാക്കി അന്വേഷണവും അങ്ങ് പ്രഖ്യാപിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു? FSL, അതായത് ഫോറൻസിക് ലബോറട്ടറിയുടെ പരിശോധനയുടെ റിപ്പോർട്ടോടെ വന്നതോടുകൂടി മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച് തിരുപ്പതി ഭഗവാന് നിവേദിക്കുന്ന ലഡു ഉണ്ടാക്കിയിട്ടില്ല എന്ന റിപ്പോർട്ടും വന്നു. അങ്ങനെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ആദ്യത്തെ ഗിമ്മിക്ക് പരാജയപ്പെട്ട് നിൽക്കുന്ന അവസരത്തിലാണ് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്ന് ചിന്തിച്ച് തലപകഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഒരു ബുദ്ധി തോന്നിയത്. ഈ രണ്ടാമത്തെ ഗിമ്മിക്കും പരാജയപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കുതന്ത്രങ്ങളാണ്.
എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും സത്യസന്ധമായി ഈ വിഷയത്തെ നേരിട്ട ധീരനായ മറ്റൊരു മുഖ്യമന്ത്രി, അതാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹം ഉത്തരവിട്ടു, യുപിയിലുള്ള സകല വഖഫ് ഭൂമികളുടെയും അളവെടുക്കുക, സർവേ നടത്തുക, അതിനെ സംബന്ധിച്ച വ്യക്തമായ റിപ്പോർട്ട് 1 മാസത്തിനുള്ളിൽ സമർപ്പിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഏതൊക്കെ വഖഫ് ഭൂമിയാണ് അതറിയുക. അതറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇത് ഞങ്ങളുടേതാണ്, അത് ഞങ്ങളുടേതാണ്, മറ്റേത് ഞങ്ങളുടേതാണ് എന്നും പറഞ്ഞ് മറ്റുള്ളവർക്ക് വരാനുള്ള അവസരം ഇല്ലാതെയാകും. ഇപ്പോൾ വഖഫിൻ്റേതാണെന്ന് അളന്നു തിരിച്ച വസ്തുക്കൾ ഒഴികെയുള്ള വസ്തുക്കളെ സംബന്ധിച്ച് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ മനസ്സിൽ യാതൊരുവിധ ഭയാശങ്കകൾ ഉണ്ടാകുകയുമില്ല. ഇതാണ് ധീരമായ സത്യസന്ധമായ നടപടി. വഖഫിന് ഭൂമിയുണ്ടെങ്കിൽ അതറിയുക, അളക്കുക, തിട്ടപ്പെടുത്തുക, അത് പ്രത്യേകം ക്രമീകരിച്ച് നിലനിർത്തുക. അല്ലാതെ കണ്ടതെല്ലാം ഞങ്ങളുടേതാണെന്ന് പറയാനുള്ള ഒരു ക്ലെയിമുമായി ഇനി ഒരു വഖഫ് ബോർഡും മുന്നോട്ട് വരാനൊക്കാത്ത തരത്തിൽ ഉത്തർപ്രദേശിൽ അതിധീരമായ നടപടിയുമായി ഇതാ യോഗി ആദിത്യനാഥ് മുന്നോട്ട് വന്നിരിക്കുന്നു. ഈ ഒരു നടപടിക്രമം കേരളത്തിലും ഇവിടുത്തെ കക്ഷിയും പരീക്ഷിക്കണം, പരിശോധിക്കണം, അത് കൊണ്ടുവരണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലാകമാനം എല്ലാ സംസ്ഥാനങ്ങളിലും പിന്തുടരാൻ കഴിയുന്ന വളരെ ഒരു ഉത്തമ മാർഗമാണ്. ഇവിടെയുള്ള ജനങ്ങളുടെ ഭയാശങ്കകൾ മാറാനും മുസ്ലിങ്ങൾക്ക് അവരുടേതായ വഖഫ് ബോഡി സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നതിനും ഇത് ഉപകരിക്കും എന്നുള്ളതാണ് വസ്തുത.